ഹായ് ഓൾ, എല്ലാവർക്കും ടോപ്പ് ടു ടിപ്പിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ 2-3 സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെല്ലാം കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിലും അത് ലൈസൻസ് സോഫ്റ്റ്വെയർ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ ധാരാളം സോഫ്റ്റ്വെയർസ് നമുക്ക് ലഭ്യമാണെങ്കിലും മൊവാവി എന്നൊരു സോഫ്റ്റ്വെയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് പർച്ചേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ലോ കോസ്റ്റ് സോഫ്റ്റ്വെയറുമാണ്. എല്ലാവിധ ക്രോമ കട്ടിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നല്ല ഫീച്ചേഴ്സും നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് നമുക്ക് ഓൺലൈനായി തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ സൈറ്റ്. $24 ആണ് അതിൻ്റെ 1 ടൈം സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വെർഷനാണ് 24. ഇതിൻ്റെ ഹയർ വെർഷൻസ് ഉണ്ട്, നമുക്ക് കൂടുതൽ വീഡിയോ ലൈൻസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ബേസിക് യൂട്യൂബ് വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് വെർഷൻ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് മൊവാവി വീഡിയോ എഡിറ്റർ 15 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന രീതിയിൽ ഏത് തരം പ്രൊജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിൻഡോ ആണ് ആദ്യം നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ ന്യൂ പ്രൊജക്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഫഷണൽ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ക്വിക്ക് വീഡിയോ എന്നതിലൂടെ ജസ്റ്റ് ഒരു ഫോട്ടോസ് ആൻഡ് ട്രാൻസ്ലേഷൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്വിക്ക് വീഡിയോയിലൂടെയും ചെയ്യാം. നമ്മൾ പ്രൊഫഷണലായി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് യൂട്യൂബിലോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരെ കഴിയുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിന് പ്രിഫറബിൾ ആയിട്ടുള്ള സൈസ് എല്ലാം. അതിനുപരി മറ്റുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് MP4 ഫോർമാറ്റിലുള്ള വീഡിയോസ് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് എഡിറ്റിംഗ് നടത്താൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ വീഡിയോ കൺവേർട്ടർ ഉപയോഗിച്ച് വേവ് ഫയലായി കൺവേർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൽ നമ്മൾ MP4 അങ്ങനെയുള്ള എല്ലാവിധ ഫയൽ ഫോർമാറ്റിലുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ മൊവാവി വീഡിയോ എഡിറ്ററിൻ്റെ ഇൻ്റർഫേസിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് അതിൻ്റെ ടൂൾ ബാർസ്, താഴെ കാണുന്നതാണ് ടൈം ലൈൻസ് എന്ന് പറയുന്നത് എല്ലാ വീഡിയോ എഡിറ്റിങ്ങിലും ബേസിക്കായി അറിയേണ്ട ഒരു കാര്യമാണ്. ആ ടൈം ലൈൻസിലാണ് നമ്മൾ എവിടെയൊക്കെയാണ് വീഡിയോ കട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ടൈം ലൈനിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിലോട്ട് ആദ്യം കുറച്ച് വീഡിയോസ് ആഡ് ചെയ്ത് നോക്കാം. മൊവാവിയിൽ തന്നെ കുറച്ച് സാമ്പിൾ വീഡിയോസും മ്യൂസിക്സും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാമ്പിൾ വീഡിയോസിൽ നമുക്ക് 2-3 വീഡിയോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണിച്ചു തരും. നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് വീഡിയോ ടൈം ലൈനിലേക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 വീഡിയോ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ, നമുക്കിപ്പോൾ ഈ വീഡിയോ എവിടെയെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് കട്ട് ചെയ്യേണ്ട പൊസിഷനിൽ ഏത് പൊസിഷനിൽ വെച്ചിട്ട് നമ്മളുടെ സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്താലും ആ ടൈം ലൈൻ റൺ ചെയ്തോളും. ആ ടൈം ലൈൻ റൺ ചെയ്ത് എവിടെ വെച്ചാണ് നമുക്ക് ആ വീഡിയോ കട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് വീണ്ടും സ്പേസ് ബാർ അടിച്ച് അത് പോസ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ ലൈനിൻ്റെ ടൈം ലൈനിൻ്റെ കേഴ്സർ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗം നമുക്ക് ഈ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇത് 2 വീഡിയോ ആയി മാറിയിരിക്കുന്നു. ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതേപോലെ തന്നെ നമുക്കൊരു വീഡിയോയുടെ സൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ സെലക്ട് ചെയ്തുകൊണ്ട് ക്രോപ്പ് എന്ന ഓപ്ഷനിൽ പോയിക്കൊണ്ട് ആ വീഡിയോയുടെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഫോട്ടോ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോന് പാരലായിട്ടുള്ള എല്ലാ സൈസ് എന്നുണ്ടെങ്കിൽ ഈ ക്രോപ്പ് കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ നമ്മുടെ പ്രോപ്പർ സൈസിലോട്ട് കൊണ്ടുവരാനും കഴിയുന്നതാണ്. അടുത്തത് നമ്മുടെ വീഡിയോയിലോട്ട് എങ്ങനെ ഒരു മ്യൂസിക് ഫയൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് നമ്മുടെ ഫയൽസ് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുള്ള ഫയലാണെന്നുണ്ടെങ്കിൽ മൈ ഫയലിൽ പോയി കഴിഞ്ഞാൽ ആഡ് മീഡിയ ഫയൽ എന്ന ഓപ്ഷനിലൂടെ നമുക്ക് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള വീഡിയോ ഫയൽസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് വീഡിയോ എന്ന ഓപ്ഷനിലൂടെ നമ്മുടെ വെബ് ക്യാം ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് റെക്കോർഡിങ്ങും ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ഫയൽ, ഇതിലുള്ള സാമ്പിൾ മ്യൂസിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതും നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ സാമ്പിൾ മ്യൂസിക്സിൻ്റെ പ്രിവ്യൂ നമുക്ക് കിട്ടുന്നതാണ്. ഇത് സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാം. ടൈം ലൈനിൽ വ്യത്യസ്തമായ ലെയേഴ്സിലാണ് ഓരോ ടൈം ലൈനും എടുക്കുക. വീഡിയോ, ഓഡിയോ, ടെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ്, അതെല്ലാം ഓരോരോ ടൈം ലൈനിലാണ് വന്ന് എടുക്കുക. ഈ ഓഡിയോയും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്യാൻ ടൈം ലൈൻ കഴ്സർ എവിടെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ വെച്ചുകൊണ്ട് കട്ട് പ്രസ് ചെയ്താൽ കട്ടായി വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ലേഷൻസ്, എഫക്ട്സ്, ടൈറ്റിൽ എന്നീ കാര്യങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഇവിടെ ട്രാൻസാക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഫെയ്ഡ്, സൂം, അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ട്രാൻസാക്ഷനും ഉണ്ട്. ഇതിൽ നമുക്ക് ഓളിലിട്ടാൽ എല്ലാ കാറ്റഗറിയിലുള്ള ട്രാൻസാക്ഷനും ഒരു വിൻഡോയിൽ തന്നെ വരും. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്കത് പ്രിവ്യൂ ബാറിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് എന്നുള്ള ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ബിറ്റ്വീൻ സ്ലൈഡ്സ് എവിടെയാണ് വേണ്ടതെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കാം, ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ വർക്ക് ചെയ്യുന്നത് കാണാം. ഇതിൽ തന്നെ ട്രാൻസാക്ഷൻ്റെ ടൈമിംഗ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് വരും. അതിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഡ്യൂറേഷൻ എത്ര വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കാം. അതിനനുസരിച്ച് ട്രാൻസാക്ഷൻ്റെ ബാർ വലുതാവുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ടാവും. അടുത്ത് നമുക്ക് ടൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ടൈറ്റിൽ ബാറിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ടൈറ്റിൽ ഫോർമാറ്റ് ഇവിടെ ലഭ്യമാണ്. ഓളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാവിധ ടൈറ്റിൽസും നമുക്ക് കിട്ടുന്നതാണ്. ഓരോ ടൈറ്റിൽസ് പ്രസ് ചെയ്താൽ അതെങ്ങനെയാണ് അത് അപ്പിയർ ആവുക എന്നുള്ളതും ഇതിൽ കാണിക്കും. ഏത് ടൈറ്റിലാണോ നമുക്ക് വേണ്ടതെങ്കിൽ അത് നമുക്ക് ആഡ് ടു കറൻറ്റ് പൊസിഷൻ എന്നതിലൂടെ ക്ലിക്ക് ചെയ്യുകയോ ഡ്രാഗ് ചെയ്തിടുകയോ ചെയ്യാം. ആഡ് ടു കറൻറ്റ് പൊസിഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈൻ ബാർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അത് പ്ലേസ് ആവും. അതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫീൽഡായിട്ടാണ് ഇത് കിടക്കുന്നത്. അത് രണ്ടും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ഹൈറ്റ്, അലൈൻമെൻറ്റ് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. കളർ പ്രോപ്പർട്ടീസ് വഴി ടെക്സ്റ്റിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ നമ്മൾ ടെക്സ്റ്റിനൊരു ഔട്ട്ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഔട്ട്ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഔട്ട്ലൈൻ തിക്നെസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഔട്ട്ലൈൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ്റെ കളറും നമുക്കിവിടെ മാറ്റാവുന്നതാണ്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വീഡിയോയിലിട്ട് എഫക്റ്റ് ചെയ്യും. ഇതേപോലെ തന്നെ സ്റ്റിക്കേഴ്സും നമുക്ക് ആഡ് ചെയ്യാം. PNG ഫോർമാറ്റിലുള്ള സ്റ്റിക്കർ ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സ്വന്തമായിട്ട് PNG ഫോർമാറ്റിലുള്ള സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഉള്ള ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ പൊസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ആംഗിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ ആവശ്യാനുസരണം എവിടെയാണ് നമുക്കിത് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കി നമുക്ക് ടൈം ലൈനിലൂടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പൊസിഷൻ മാറ്റി വയ്ക്കാൻ കഴിയും. അടുത്തൊരു ഓപ്ഷൻ നമ്മൾ നോക്കുന്നത് ഫിൽറ്ററാണ്. ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് പലതരത്തിലുള്ള ഫിൽറ്റർ എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഓരോ ഫിൽറ്റർ എഫക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ എഫക്ട്സ് കാണാം. അപ്പോൾ ഈ ഫിൽറ്റർ എഫക്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ക്ലിപ്പിലോട്ട് ആ ഫിൽറ്റർ എഫക്റ്റ് ആഡ് ആവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം.
പിന്നെ അഡ്വാൻസ് ഫീച്ചറായ ക്രോമ കട്ടിംഗ് എന്നൊരു ഫീച്ചറും നമുക്ക് നോക്കാം. ക്രോമ കട്ടിങ്ങിനായിട്ട് നമുക്ക് ഒരു വീഡിയോ ലെയറും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി വീഡിയോ ലെയറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് എക്സ്ട്രാ ട്രാക്ക്, ആഡ് വീഡിയോ ട്രാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള വീഡിയോ ട്രാക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വീഡിയോ ട്രാക്കും കൂടിയും അവൈലബിൾ ആകും. നമ്മൾ ഇൻസെർട്ട് ഫയൽ ഓപ്ഷനിൽ പോയി ഈ വീഡിയോ തന്നെ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ക്രോമ കട്ടിങ്ങിനായിട്ടുള്ള ഫയൽ, ഗ്രീൻ ഫീൽഡോട് കൂടിയിട്ടുള്ള ഫയൽ നമ്മൾ ഇതിലോട്ട് സിമ്പിളായി ഡ്രാഗ് ചെയ്തിടാവുന്നതാണ്. ചില വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഓഡിയോ ടൈം ലൈൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, ഓഡിയോ ട്രാക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാവും. അത് നമുക്ക് സെലക്ഷൻ കാണാം. വീഡിയോ ട്രാക്കിൽ സെലക്ട് ചെയ്താൽ രണ്ടും കൂടിയാണ് സെലക്ട് ആവുക. പക്ഷേ ഓഡിയോ ട്രാക്കിൽ സെലക്ട് ചെയ്താൽ ഓഡിയോ ട്രാക്ക് മാത്രമാണ് സെലക്ട് ആവുക. നമുക്ക് ക്രോമ കട്ടിങ്ങിൻ്റെ ഈ വീഡിയോക്ക് നമുക്ക് ഓഡിയോ ആവശ്യമില്ലാത്തതുകൊണ്ട് ഓഡിയോ ട്രാക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് ക്രോമ എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റായി പ്ലേസ് ചെയ്ത് ലെങ്ത്ത് ക്രമീകരിക്കുക. എന്നിട്ട് നമ്മളുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട വീഡിയോ താഴത്തും ക്രോമ എഫക്റ്റിലുള്ള വീഡിയോ മുകളിലുമായാണ് പ്ലേസ് ചെയ്യേണ്ടത്. എന്നിട്ട് സോളിഡ് കളറുള്ള ക്രോമ ഗ്രീൻ ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൂൾസിൽ ക്രോമ കീ എന്ന ഓപ്ഷൻ പോവുക. അപ്പോൾ നമുക്ക് ക്രോമ കീയുടെ പ്രോപ്പർട്ടീസ് ലഭിക്കും. അതിൽ നമുക്ക് ഏത് കളറിനെയാണ് നമ്മൾ ക്രോമ കട്ടിങ് ചെയ്യുന്നതെങ്കിൽ ആ കളറിനെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക് ഗ്രീൻ ഫീൽഡ് കളർ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നമ്മൾ ക്രോമ എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ആയിരിക്കുന്നത് കാണാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ ക്രോമ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ എപ്പോഴും നല്ല ലൈറ്റിങ്ങിലായിരിക്കണം, എന്നാൽ മാത്രമേ പെർഫെക്റ്റായി ഇത് കട്ടായി പോവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ക്രോപ്പിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് ക്രോപ്പ് ചെയ്തുകൊണ്ട് ഒഴിവാക്കാം. അതിനായി ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് എടുത്ത് പ്രോപ്പറായി അളവിൽ അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ദെൻ അപ്ലൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഫിറ്റായിട്ട് ആ ക്രോപ്പ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് മൊവാവി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ബേസിക്കായിട്ട് എഡിറ്റിങ്ങിൻ്റെ ഒരു ഇതുള്ള ആർക്കും വളരെ ഈസിയായി യൂസർ ഫ്രണ്ട്ലി ആയി ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൊവാവി. ഇനി നമുക്ക് ഇതിലെങ്ങനെ ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോർമാറ്റിലാണോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതിവിടെ ലഭ്യമാണ്. MP3, വേവ്, അങ്ങനെ എല്ലാവിധ. പിന്നെ നമ്മൾ ടാബ്ലറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐപാഡ്, ആൻഡ്രോയിഡ്, ഗാലക്സി 6, 7 ഏതാണ് ഡിവൈസെങ്കിൽ അതിലേക്ക് നമ്മളിത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ റെസൊല്യൂഷനും കാര്യങ്ങളും മാറി അതിന് ഉതകുന്ന തരത്തിലുള്ള വീഡിയോ പ്രൊഫൈലിലോട്ട് അത് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യൂട്യൂബിലോട്ട് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ എന്ന ഓപ്ഷനിൽ പോയി യൂട്യൂബിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാനും കഴിയും. ഇപ്പോൾ ഞാൻ MP4 ഇത് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പാത്ത് കാണിച്ചു കൊടുക്കാം. എവിടെയാണ് നമുക്ക് ഇത് സേവ് ചെയ്യേണ്ടത് എന്ന പാത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സേവ് കൊടുത്താൽ സ്റ്റാർട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീഡും അപ്ലോഡിങ് സ്പീഡും എല്ലാം ഈ സോഫ്റ്റ്വെയർ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഞാൻ MP4 ഫോർമാറ്റിലോട്ട് നമ്മളെ വീഡിയോ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ സേവിങ് കഴിഞ്ഞിട്ടുണ്ട്. സേവ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഫോൾഡറിൽ ഡയറക്റ്റ് ഓപ്പൺ കിട്ടാനായിട്ട് ഇതിൽ ടിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയി കഴിഞ്ഞു. MP4
ഫോർമാറ്റിലാണ് സേവ് ആയിട്ടുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല തരത്തിലുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മോവാവി. മറ്റുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ കപ്പാസിറ്റി കമ്പ്യൂട്ടറിനില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ലേഷൻ എന്നീ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഡിലേ അല്ലെങ്കിൽ സ്റ്റക്കിംഗ് ഒക്കെ അനുഭവപ്പെടാറുണ്ട്. മോവാവി ഏത് തരത്തിലുള്ള ഒരു ബേസിക് കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടറിലും വളരെ സുഖകരമായി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ടോപ്പ് ടിപ്പ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.